മലപ്പുറം കോഡൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാർ ആക്രമിച്ചു. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ ആശുപത്രിയിൽ എത്തിയതും കുഴഞ്ഞു വീണു മരിച്ചു. മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫാണ് മരിച്ചത്. മരണത്തിൽ പ്രതിഷേധിച്ച് ഒതുക്കുങ്ങലിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്വകാര്യ ബസ് തടഞ്ഞു. രാവിലെ 10 മണിയോടെ വടക്കേമണ്ണയിലാണ് സംഭവം. അബ്ദുൾ ലത്തീഫിന്റെ ഓട്ടോ കൈകാണിച്ചു നിർത്തിച്ച് 2 സ്ത്രീകൾ കയറി. തൊട്ടുപുറകെ വരികയായിരുന്ന സ്വകാര്യ ബസ് ജീവനക്കാർ ഇതിൽ പ്രകോപിതരായി ഓട്ടോയ്ക്ക് പുറകെ 1 കിലോമീറ്റർ ദൂരം വന്ന് കുറുകെ ബസ് നിർത്തി. ഇറങ്ങി വന്ന കണ്ടക്ടറും ക്ലീനറും ഉൾപ്പെടെ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫിനെ മർദ്ദിക്കുകയായിരുന്നു. ബസ്സിൽ കയറാനുള്ള യാത്രക്കാരെ ഓട്ടോയിൽ കയറ്റിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ശേഷം സ്വയം ഓട്ടോ ഓടിച്ച് മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെത്തിയ ലത്തീഫ് കുഴഞ്ഞു വീഴുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ജാക്കി ലിവർ വെച്ച കണ്ട് അടിച്ചിട്ടുണ്ട്, കഴുത്തിലൊക്കെ മുറിയായിട്ടുണ്ട് പറഞ്ഞിരുന്നു. പിന്നെ ഇവൻ തന്നെ വണ്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറഞ്ഞു. കഴുത്തിലും മറ്റൊക്കെ നല്ല മുറിയുണ്ട്, മേത്തൊക്കെ മുറിയുണ്ട്. കാരണം നല്ല ആ ലിവറായിട്ടാണല്ലോ അടിച്ചിട്ടുണ്ട്. ജാക്കിൻ്റെ ഒരു 3 ആളും കൂടി ചേർന്നാണ് അടിച്ചിട്ടുണ്ട്. ഡ്രൈവറും ക്ലീനറും കണ്ടക്ടറും കൂടി ആയിരിക്കും. ഒരു 3 ആളാണ് ഒരാളെ ചേർന്നടിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ലത്തീഫിന്റെ ഓട്ടോ സ്റ്റാൻഡായ ഒതുക്കുങ്ങലിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംഘടിച്ച് സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. സ്ഥലത്ത് ഏറെ നേരം സംഘർഷാവസ്ഥയുണ്ടായി. സ്വകാര്യ ബസ്സുകളാണിത് ചെയ്തത്. അതുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ ഓടണ്ട. അതന്നെ, ഇത് ഒരു ഡ്രൈവർ ആദ്യമായിട്ടാണ് അടിച്ചു കൊല്ലുന്നത്. ഇതുവരെ അങ്ങോട്ടായിട്ടില്ല. നിങ്ങൾ സോൾവ് ആക്കാണ്ട് ഒരു ജാക്കി ലീവർ എടുത്ത് തലക്കടിക്കാന്ന് പറഞ്ഞാൽ എന്താ? പോലീസ് എത്തി രംഗം ശാന്തമാക്കിയ ശേഷമാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചത്. ലത്തീഫിനെ മർദ്ദിച്ച PTB ബസ്സിലെ 3 ജീവനക്കാരെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. 24 മലപ്പുറം.